നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ അപകട പരമ്പര, 2 ജീവൻ പൊലിഞ്ഞു. മദ്യലഹരിയിൽ യുവാക്കൾ ഓടിച്ച കാറിടിച്ച് മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. പൊന്നാനി NCV ചാനൽ വാർത്താവതാരകൻ വിക്രമനാണ് മരിച്ചത്. എടരിക്കോട് വാഹനാപകടത്തിൽ 1 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. മൂന്നിയൂർ സ്വദേശി റഷീദിന്റെ മകൾ ആയിഷയാണ് മരിച്ചത്. സംസ്ഥാനത്തെ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ഹർത്താൽ സമാധാനപരം. പൊതുഗതാഗതം പാടനിലച്ചു. സ്വകാര്യ വാഹനങ്ങൾ നിലത്തിറങ്ങിയെങ്കിലും തടഞ്ഞില്ല. സംയുക്ത കർഷക മോർച്ചയുടെ ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം. ഹർത്താൽ ഐക്യദാർഢ്യവുമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തിരൂരിൽ പ്രതിഷേധ ശൃംഖല സംഘടിപ്പിച്ചു. CPI ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനാളൂർ അങ്ങാടിയിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. കേരളത്തിൽ ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. 11,699 പേർക്ക് രോഗബാധ. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 1000-ന് താഴെ. 942 പേർക്ക് രോഗം. 1947 പേർ രോഗമുക്തരായി. പൊന്നാനിയിൽ മദ്യലഹരിയിൽ യുവാക്കൾ കാറിടിച്ച് കൊലപ്പെടുത്തിയ മാധ്യമപ്രവർത്തകന്റെ മൃതദേഹം സംസ്കരിച്ചു. NCV ചാനലിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച വിക്രമന്റെ മൃതദേഹം ഈശ്വരമംഗലം ശ്മശാനത്തിൽ സംസ്കരിച്ചു. മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും ചേർന്നു. വൈകുന്നേരം 4 മണിയോടെയാണ് പൊന്നാനി ഈശ്വരമംഗലം ശ്മശാനത്തിൽ വിക്രമന്റെ മൃതദേഹം സംസ്കരിച്ചത്. രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടുനൽകിയ മൃതദേഹം ആദ്യം NCV ചാനലിലും പിന്നീട് കുറ്റിക്കാട്ടെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്ത് നിന്നടക്കം സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നായി 100 കണക്കിന് ആളുകൾ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. തുടർന്ന് മതാചാരപ്രകാരം മൃതദേഹം സംസ്കരിച്ചു. പൊന്നാനിയിലെ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ അനുശോചന യോഗവും ചേർന്നു. കേരള വിഷൻ MD രാജ്മോഹൻ മാമ്പ്ര അധ്യക്ഷത വഹിച്ചു. P. നന്ദകുമാർ MLA അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാത്രി 11:30 പൊന്നാനി പുഴമ്പ്രത്ത് മദ്യലഹരിയിൽ യുവാക്കൾ ഓടിച്ച കാർ ബൈക്കിലിടിച്ചാണ് വിക്രമൻ കൊല്ലപ്പെട്ടത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന വിക്രമന്റെ ബൈക്കിനെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വിക്രമനെ അപകടം നടന്നയുടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പുഴമ്പ്രത്ത് നിർത്തിയിട്ടിരുന്ന മറ്റൊരു ബൈക്കിനെയും യുവാക്കളുടെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഈ ബൈക്കിലിരിക്കുകയായിരുന്ന 2 യുവാക്കളും ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പൊന്നാനി NCV ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസറും വാർത്താ അവതാരകനുമായിരുന്നു കുറ്റിക്കാട് സ്വദേശി വിക്രമൻ. ശേഖരൻ, ജാനകി ദമ്പതികളുടെ മകനാണ്. സരിതയാണ് ഭാര്യ. ആദി, നിവേദ്, ആശീർവാദ് എന്നിവർ മക്കളാണ്. എടരിക്കോട് വാഹനാപകടത്തിൽ 1 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. മൂന്നിയൂർ സ്വദേശി റഷീദിന്റെ മകൾ ആയിഷയാണ് മരിച്ചത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 10:45 അപകടമുണ്ടായത്. ദേശീയപാത എടരിക്കോടിനു സമീപം കോഴിച്ചനയിലാണ് കാറിൽ മിനി ലോറി ഇടിച്ചുള്ള അപകടം. വാഹനാപകടത്തിൽ കൈക്കുഞ്ഞ് മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരൂരങ്ങാടി മൂന്നിയൂർ സ്വദേശി റഷീദിന്റെ മകൾ 1 മാസം മാത്രം പ്രായമുള്ള ആയിഷയാണ് മരിച്ചത്. കുട്ടിയുടെ പിതാവ് റഷീദ്, മാതാവ് മുബഷിറ, കുട്ടിയെ പരിചരിക്കാനെത്തിയ അടൂർ സ്വദേശിനി റജീന എന്നിവരെ പരിക്കുകളോടെ കോട്ടക്കലിലെ അൽമാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ സഞ്ചരിച്ച കാറിൽ എതിരെ വരികയായിരുന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. കുഴൽക്കിണർ ജോലിക്ക് ഉപയോഗിക്കുന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത്. ലോക ടൂറിസം ദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 2 വരെ ജില്ലയിൽ വിപുലമായ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പരമ്പരാഗത ഓലമെടച്ചിൽ മത്സരത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 40ഓളം സ്ത്രീകൾ പങ്കെടുത്ത പരമ്പരാഗത ഓലമടച്ചിൽ മത്സരത്തോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പരിപാടി കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല കാറത്തോടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം രജിത അധ്യക്ഷയായിരുന്നു. ഷറഫ് അലി, DTPC ഡെസ്റ്റിനേഷൻ മാനേജർമാരായ മോനിറ്റി പോലിശ്ശേരി, സലാം താണിക്കാട്, ഉമ്മർ ചിറക്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. 4 മിനിറ്റ് കൊണ്ട് ഓലമടഞ്ഞ് പടിഞ്ഞാറക്കര ബീച്ചിലെ സുജാത 1ാം സ്ഥാനം നേടി. റെക്കോർഡ് വിജയമാണ് 4 മിനിറ്റ് ആയിട്ടുള്ളൂ. K. ഗൗരി 2ാം സ്ഥാനവും പാർക്ക് തങ്കമണി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. തുടർന്ന് സെമിനാറും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. വനമിത്ര ജേതാവ് ഗിരിജ ടീച്ചർ, ബാലകൃഷ്ണൻ ആനമങ്ങാട് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നെല്ലി, കടുക, താണി തുടങ്ങിയ 21 ത്രിഫല തൈകൾ നട്ടു. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT സിദ്ദീഖ് തൈനടൽ ഉദ്ഘാടനം ചെയ്തു. വരും ദിവസങ്ങളിൽ ജില്ലയിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വിവിധ പരിപാടികളും ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി ദിനത്തിൽ എല്ലാ കേന്ദ്രങ്ങളും ശുചീകരണ പരിപാടികളും സംഘടിപ്പിക്കും. 2 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം ഗുലാബ് ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്.
സംസ്ഥാനത്ത് 2 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത. വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കൂടി മഴ മുന്നറിയിപ്പുണ്ട്. ഗുലാബ് ചുഴലിക്കാറ്റിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്തും ശക്തമായ മഴയ്ക്കു കാരണം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും ഒറ്റപ്പെട്ട കനത്ത മഴ ലഭിച്ചു. പത്തനംതിട്ടയിൽ പല നദികളും നിറഞ്ഞൊഴുകി. കോട്ടയം, ഇടുക്കി ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ പെയ്തു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ 41 മുതൽ 61 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ആന്ധ്ര, ഒഡീഷ തീരത്ത് രൂപം കൊണ്ട ഗുലാബ് ചുഴലിക്കാറ്റ് വടക്കു പടിഞ്ഞാറ് മേഖലയിലേക്ക് നീങ്ങി. 95 കിലോമീറ്റർ വേഗതയിൽ കരതൊട്ട ചുഴലിക്കാറ്റിന്റെ ശക്തി പുലർച്ചെയോടെ കുറഞ്ഞു. ചുഴലിക്കാറ്റിൽ ആന്ധ്രാപ്രദേശിൽ 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. കനത്ത നാശം വിതച്ചാണ് ഗുലാബ് ആന്ധ്ര തീരം വിട്ടത്. മിനി ഊട്ടി പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പയിന്റെ ഭാഗമായി യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മിനി ഊട്ടിയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. വേങ്ങര CI ഹനീഫ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മലപ്പുറം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ചെറുവിട മാസ്ക് ടീം, MS എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റും സംയുക്തമായി ഊരകം പഞ്ചായത്തിലെ മിനി ഊട്ടിയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. വേങ്ങര CI ഹനീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ നമ്മുടെ സാഹസിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെറുപ്പക്കാർക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ മലപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് യൂസഫ് തൈക്കാടൻ അധ്യക്ഷനായിരുന്നു. ഊരകം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ്, പഞ്ചായത്ത് അംഗം ബീന പോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ സുനീഷ്, യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മലപ്പുറം യൂണിറ്റ് ഭാരവാഹികളായ ഷാവുൽ പറമ്പൻ, മൻസൂർ മൂപ്പൻ, മാസ്ക് ടീം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റഫീഖ് കായൽമഠത്തിൽ എന്നിവർ സംസാരിച്ചു. മുസമ്മിൽ വരിക്കോട്ടിൽ, ആഷിഖ് മുസാജി പടി, റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. കർഷക വിരുദ്ധതയ്ക്കെതിരായി സംസ്ഥാനത്ത് ഹർത്താൽ സമാധാനപരം. പൊതുഗതാഗതം പാട് നിലച്ചു. സംയുക്ത കർഷക മോർച്ച ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹർത്താൽ ആചരിച്ചത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് 500-ൽ പരം കർഷക സംഘടനകളുടെ സംയുക്ത സംഘടനയായ സംയുക്ത കിസാൻ മോർച്ച ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തത്. കർഷക വിരുദ്ധതയ്ക്കെതിരെ ചരിത്ര ജനമുന്നേറ്റത്തിന്റെ ഭാഗമായി ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരമായിരുന്നു. ഹർത്താലിൽ പൊതുഗതാഗതം പാടെ നിലച്ചു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയെങ്കിലും തടഞ്ഞില്ല. കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. മെഡിക്കൽ ആവശ്യ സേവനങ്ങൾ മാത്രമാണ് തുറന്നത്. 3 കാർഷിക നിയമ വൈദ്യുതി ബില്ലിനുമെതിരെ ഡൽഹി അതിർത്തിയിൽ കർഷകർ നടത്തുന്ന സമരം 10 മാസം പിന്നിടുന്ന സാഹചര്യത്തിലാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത്. ചർച്ചയ്ക്ക് പോലും കേന്ദ്രം തയ്യാറാകാത്തതിലാണ് 500-ൽ പരം കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ച ബന്ദിന് ആഹ്വാനം ചെയ്തത്. ഇടത് പാർട്ടികൾ, ഇതര പ്രതിപക്ഷ പാർട്ടികൾ, ട്രേഡ് യൂണിയനുകൾ, തൊഴിലാളി സംഘടന, ബാർ അസോസിയേഷൻ, ബാങ്ക് ജീവനക്കാരുടെ സംഘടന തുടങ്ങിയവ രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പത്രം, പാൽ, ആംബുലൻസ്, മരുന്ന് വിതരണം, ആശുപത്രി, വിവാഹം, രോഗികളുടെ സഞ്ചാരം എന്നിവ ഉൾപ്പെടെ അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. സർവകലാശാല പരീക്ഷകളും PSCയുടെ പരീക്ഷകളും അഭിമുഖങ്ങളും മാറ്റിവെച്ചു. സംസ്ഥാനത്ത് UDF ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ശൃംഖല സംഘടിപ്പിച്ചു. തിരൂരിൽ നടന്ന ശൃംഖല CITU ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹർത്താലിന്റെ ഭാഗമായി തിരൂരിൽ പ്രതിഷേധ ശൃംഖല സംഘടിപ്പിച്ചു. തിരൂർ സെൻട്രൽ ജംഗ്ഷനിലെ പരിസരത്താണ് പ്രതിഷേധ ശൃംഖല സംഘടിപ്പിച്ചത്. CITU തിരൂർ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കർഷകർ നമുക്ക് അന്നം തരുന്നവരാണ്. അവർക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ ഇടപെടണം എന്ന ഒരു മുഖ്യ ലക്ഷ്യം അതിലുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, കർഷകർ 10 മാസക്കാലം സമരം ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിന്റെ ഭാഗമായി ദുരിതമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തൊഴിലാളികൾക്ക് അനുകൂലമായ ബില്ലുകളെല്ലാം ഒന്നിച്ചു ചേർത്ത് തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡ് എന്ന് പറയുന്ന പുതിയ സംവിധാനം കൊണ്ടുവരികയാണ്. ആ 6 ലക്ഷം കോടി രൂപയുടെ ആസ്തി ഈ ഒരൊറ്റ കൊല്ലം സ്വകാര്യ മേഖലക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലുള്ള തൃശൂർ റെയിൽവേ സ്റ്റേഷനും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനും അടക്കം വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലേ? നമ്മുടെ നാട്ടിലുള്ള വിമാനത്താവളം, കരിപ്പൂർ വിമാനത്താവളം
വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോ യാദൃശ്ചികമായി എല്ലാവരും ഒരുമിച്ച് ചേർന്നതല്ല, ഇത് എല്ലാ ജനവിഭാഗങ്ങളും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ള സമരമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ രാഷ്ട്രീയ കോണുകളുള്ളവർ, വ്യത്യസ്തമായ ആശയധാരയിലുള്ളവർ എല്ലാവരും യോജിക്കേണ്ടത്. ഒരു മഹാമാരിക്കെതിരെ എങ്ങനെയാണോ പൊരുതുന്നത് അതുപോലെ പൊരുതേണ്ട ഒരു ഗവൺമെന്റാണ് ഒരു മഹാമാരിയായി ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് അതിശക്തമായ ഒരു സമരം നാം നടത്തുന്നത്. ഹംസ അന്നര അധ്യക്ഷനായിരുന്നു. കെ പി ഹരീഷ് കുമാർ, വി ഗോവിന്ദൻകുട്ടി, റഹീമേച്ചേരി, ടി ദിനേശൻ മാസ്റ്റർ, മൂസ പരനേക്കാട്, അക്ബർ ഖാനാത്ത്, പി സുമിത്ത, കെ പി മുകുന്ദൻ, രഞ്ജിത്ത് ആർ, മിർഷാദ്, മണികണ്ഠൻ അന്നാര തുടങ്ങിയവർ സംസാരിച്ചു. കർഷകരുടെ ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം. തിരൂരിൽ ഹർത്താൽ പൂർണ്ണം. രാജ്യത്തെ കർഷക സംഘടനകളിൽ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചതിന് ഐക്യദാർഢ്യവുമായി സംസ്ഥാനത്ത് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ഹർത്താൽ തിരൂർ നഗരത്തിലും പൂർണ്ണമായിരുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഹർത്താലിന് LDF-ഉം ദേശീയ പണിമുടക്കിന് UDF-ഉം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെ നഗരത്തിൽ മറ്റു കടകളൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അവശ്യ സർവീസുകൾക്ക് മാത്രമായി ഏതാനും വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. രാവിലെ 8 മണിയോടെയാണ് നിരത്തിലിറങ്ങിയ ഏതാനും വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചു. ദൂരയാത്രയിൽ തിരൂരിലിറങ്ങിയ യാത്രക്കാർക്ക് SI ജലീൽ കർത്താടത്തിന്റെ നേതൃത്വത്തിൽ ഗതാഗത സൗകര്യം ഏർപ്പെടുത്തി. സമരാനുകൂലികളുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന പ്രകടനം ശക്തമായ മഴ കാരണം മാറ്റിവെച്ചു. തുടർന്ന് സെൻട്രൽ ജംഗ്ഷനിൽ പ്രതിഷേധ ശൃംഖല സംഘടിപ്പിച്ചു. പാൽപത്രം, ആംബുലൻസ്, മരുന്ന് വിതരണം, ആശുപത്രി, വിവാഹം, രോഗികളുടെ സഞ്ചാരം, മറ്റ് അവശ്യ സർവീസുകൾ എന്നിവ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഹർത്താലിനോടനുബന്ധിച്ച് സാധാരണ സർവീസുകൾ ഉണ്ടായിരുന്നില്ല. ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രധാന പാതയിൽ പരിമിതമായ ലോക്കൽ സർവീസുകൾ പോലീസ് അകമ്പടിയോടെ മാത്രം നടന്നു. ഭാരത് ബന്ദ് വിജയിപ്പിക്കുക, അസമിലെ ഫാസിസ്റ്റുകളുടെ നരനായിട്ട് അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി CPI ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനാളൂർ അങ്ങാടിയിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. PS സഹദേവൻ പ്രതിഷേധ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. ഭാരത് ബന്ദ് വിജയിപ്പിക്കുക, അസമിലെ ഫാസിസ്റ്റുകളുടെ നരനായിട്ട് അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് CPI താനാളൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത്. മണ്ഡലം കമ്മിറ്റി അംഗം PS സഹദേവൻ പ്രതിഷേധ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. ആറ്റി ഓടിക്കപ്പെടുന്ന മനുഷ്യർ അവരുടെ ഭൂമി നിലനിർത്തുന്നതിന് വേണ്ടി പ്രതിഷേധിക്കുമ്പോൾ അവർക്ക് നേരെ നിലത്തോക്കുകളുമായി എടുക്കുന്ന RSSന്റെ പോലീസിനെ നമ്മൾ കണ്ടു. വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ഒരു മൃതദേഹത്തിന് പോലും അനാദരവ് കാണിച്ചുകൊണ്ട് RSSന്റെ ഫോട്ടോഗ്രാഫർ ആ മൃതശരീരത്തിൽ ചവിട്ടിക്കൊണ്ട് അതിക്രൂരമായ രൂപത്തിൽ ഇന്ത്യ രാജ്യത്തെ മാനം കെടുത്തുന്ന രൂപത്തിൽ വർഗീയ ഫാസിസ്റ്റുകളുടെ നിലപാട് നമ്മൾ കണ്ടു. RSSന്റെ വർഗീയ ഫാസിസത്തിനെതിരെ ആശ്രമിന്റെ തന്നെ ആളുകളെ കൊന്നൊടുക്കുന്ന വർഗീയ ഫാസിസത്തിനെതിരെ വളരെ കൃത്യമായി തന്നെ പ്രതികരിക്കാൻ ഈ താനാളിലെ ജനങ്ങൾ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. മണ്ഡലം കമ്മിറ്റി അംഗം MK രാധ, K രാജീവ്, ബ്രാഞ്ച് സെക്രട്ടറിമാരായ അറുമുഖൻ കാളാട്, K പ്രതീഷ്, VD സന്തോഷ്, ദേവദാസ്, സൗഭാഗ്യൻ പുളിക്കപ്പാട്ട, VP സാദിഖ് അലി, P സാദിഖ്, റാഫി ഒക്കെപ്പാറ, മനോജ് ശനിയാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലപ്പുറം ജില്ലാ NPC നാഷണൽ ഫിസിക്സ് കമ്മിറ്റി സംഘടിപ്പിച്ച കേരള ഫിസിക്കൽ അലയൻസ് മലപ്പുറം ജില്ലാ ലോഞ്ചിംഗ് പൊറ്റത്തപ്പടി കലിൽ റെസ്റ്റോറന്റിൽ നടന്നു. ജില്ലാ നാഷണൽ ഫിസിക്സ് കമ്മിറ്റി സംഘടിപ്പിച്ച കേരള ഫിസിക്കൽ അലയൻസ് മലപ്പുറം ജില്ലാ ലോഞ്ചിംഗ് പൊറ്റത്തപ്പടി കലിസ് റെസ്റ്റോറന്റിൽ നടന്നു. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കായികരംഗത്ത് ഇനി നമുക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. ഇവിടെ അഡ്വിൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ പല ആളുകൾക്കും ഉയർന്നു വരാൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട് എന്ന് കഴിയും. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ പോലും ഇതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കാനുള്ള പരിശ്രമം ആണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത്. മിസ്റ്റർ ഇന്ത്യ, മൊസാദിഖ് മുസ, അഡ്വക്കേറ്റ് ഗിരീഷ്, മനോജ് പാറശ്ശേരി, തിരു SI ജലീൽ കറുത്തേടത്ത, എഡിൻ വിൽസൺ, ഷെഫീഖ്, ആഷിഖ്, ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2011 മുതൽ ഇന്ത്യയിലെ അമിച്ചർ ഒളിമ്പിയാഡ് ഈ ക്വാളിഫൈഡ് റൗണ്ടുകൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും അതിലേക്ക് എത്താൻ പറ്റാത്തത് നമുക്ക് അതിലേക്ക് അറിവുകളില്ല, അല്ലെങ്കിൽ എങ്ങനെ പോകണം. ഇപ്പോ നമ്മുടെ ക്ലബുകൾ മുതൽ രജിസ്റ്റർ ചെയ്താൽ വന്നാൽ മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള ഓരോ ഇവന്റുകൾക്ക് നമുക്ക് പങ്കെടുക്കാനുള്ള യോഗ്യത ലഭിക്കുന്നത്. ശരിയല്ലേ? ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്കും, സ്റ്റേറ്റിൽ നിന്ന് നാഷണലിലേക്കും. അപ്പൊ ഡയറക്റ്റ് നമ്മളൊരു ഇതിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു വാല്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ആദ്യം കേരളത്തിലും തുടർന്ന് 14 ജില്ലകളിലും നമ്മൾ ഇതിന്റെ ഫ്രാഞ്ചൈസി കൊണ്ടുവരുന്നതും ഇന്ന് തന്നെ ലോഞ്ചിങ് ആയി എത്തിച്ചേരുന്നത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീടിന് മുകളിലേക്ക് കടപുഴകി വീണു. ഉച്ചയ്ക്ക് 1:30 കൂട്ടായി പള്ളിവളപ്പിലാണ് സംഭവം. വീടിന്റെ മുൻഭാഗം തകർന്നു.
ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീടിന് മുകളിലേക്ക് കടപുഴകി വീണു. ഉച്ചയ്ക്ക് 1:30 കൂട്ടായി പള്ളിവളപ്പിലാണ് സംഭവം. വീടിന്റെ മുൻഭാഗം തകർന്നു. കൂട്ടായി പള്ളിവളപ്പ് സ്വദേശി കമ്മക്കാനകത്ത് ഷെരീഫയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. താനൂർ മോരയിൽ സാംസ്കാരിക സൗഹൃദ സദസ്സ് ഒരുക്കി കൗൺസിലർ. 7ാം വാർഡ് കൗൺസിലർ റഷീദ് മോരയാണ് വേറിട്ട പ്രവർത്തനവുമായി രംഗത്തെത്തിയത്. മോരയിലെ സ്വതന്ത്ര സുവർണ ജൂബിലി സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കതയുമായി മോരിയിൽ സാംസ്കാരിക സൗഹൃദ സദസ്സ് ഒരുക്കി താനൂർ നഗരസഭാ കൗൺസിലർ. 7ാം വാർഡ് കൗൺസിലർ റഷീദ് മോരിയാണ് വേറിട്ട പ്രവർത്തനവുമായി രംഗത്തെത്തിയത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്വാതന്ത്ര്യ സമരത്തിൽ താനൂരിന്റെ മുദ്രകൾ എന്ന വിഷയത്തിൽ കൗൺസിലർ റഷീദ് മോരി നടത്തിയ ഉപന്യാസ മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി. 17 കുട്ടികളാണ് ഉപന്യാസ മത്സരത്തിൽ പങ്കെടുത്തത്. സുഷമ CK പ്രത്യേക സമ്മാനത്തിന് അർഹയായി. അഫ്സൽ കണ്ടാണത്ത് 1ാം സ്ഥാനവും ഫാത്തിമത്ത് ഷിംന 2ാം സ്ഥാനവും ഷംന T, വർഷ AP എന്നിവർ 3ാം സ്ഥാനവും പങ്കിട്ടു. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അഡീഷണൽ ഡയറക്ടറായി വിരമിച്ച PA റഷീദിന് മോരിയുടെ സ്നേഹോപഹാരം നാട്ടിലെ കാരണവന്മാരായ കോളങ്ങത്ത് മുഹമ്മദ് കുട്ടി, മീനടത്ത് ഭാസ്കരൻ, AP സുബ്രഹ്മണ്യൻ, P രാജീവ് എന്നിവർ ചേർന്ന് നൽകി. പരിപാടി നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. റഷീദ് മോരി അധ്യക്ഷനായിരുന്നു. PA റഷീദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ജയപ്രകാശ്, റിട്ടയർഡ് പ്രധാനാധ്യാപകൻ KN സുഗതൻ, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ VK റഷീദ്, AP സുബ്രഹ്മണ്യൻ, തുപ്പത്ത് ബാവാഹാജി, P ശശി നായർ, RK സൈദലി മുസ്ലിയാർ, VK സിദ്ദിഖ്, AP രാമൻ, വടക്കത്തിൽ അബ്ദുൽ കരീം, M ഭാസ്കരൻ, K മുഹമ്മദ് കുട്ടി, AP പഞ്ഞക്കുട്ടി എന്ന മാനു, പോക്കാട്ട് രാജീവ്, KV രവീന്ദ്രൻ, AP വിജയൻ, മാമാജി, അനിൽ പ്രസാദ്, M മുസ്തഫ, T കുഞ്ഞു, K യൂസഫ്, ഹുസൈൻ, സുഷമ എന്നിവർ പ്രസംഗിച്ചു. K ഹുസൈൻ, സൽമാൻ ഫാരിസ്, ഷഫീഖ്, മഹറൂഫ്, മൂസ, ഷമീർ, അസ്കർ, യാസിർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തിരൂരിലും പരിസരങ്ങളിലും കഞ്ചാവ് മാഫിയ സംഘങ്ങൾ വിലസുന്നു. ഹർത്താൽ ദിനത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഭീഷണി. പോലീസ് എത്തിയതോടെ സംഘം രക്ഷപ്പെടുകയായിരുന്നു. തിരു ബസ് സ്റ്റാൻഡ്, സെൻട്രൽ ജംഗ്ഷൻ, ബൈപ്പാസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലായി കഞ്ചാവ് മാഫിയ സംഘങ്ങളുടെ വിളയാട്ടം വ്യാപകമാവുകയാണ്. പകൽ സമയങ്ങളിൽ പോലും യാത്രക്കാരെ തടഞ്ഞു നിർത്തി പണം അപഹരിക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. ഹർത്താൽ ദിനത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരായ ബൈജു അരിക്കാഞ്ചിറയെയും ആരിഫ് താനൂരിനെയുമാണ് ഒരു സംഘം തടഞ്ഞു നിർത്തിയത്. പോലീസ് എത്തിയതോടെ സംഘം രക്ഷപ്പെടുകയായിരുന്നു. ബസ് സ്റ്റാൻഡിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് മദ്യം എത്തിച്ചു നൽകുന്നുവെന്ന പരാതി നിലവിലുണ്ട്. രാവിലെ 5 മണി മുതൽ 7 മണി വരെയാണ് റിംഗ് റോഡ് പരിസരത്ത് മാഫിയ സംഘങ്ങളുടെ നേതൃത്വത്തിൽ മോർണിംഗ് പെഗ് നൽകി വരുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ SI ജലീൽ കർത്തേടത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. ശക്തമായ നടപടികൾ തുടരുമെന്ന് SI ജലീൽ കർത്തേടത്ത് പറഞ്ഞു. വെട്ടം ടെലിവിഷൻ റിപ്പോർട്ടർ ബൈജു അരിക്കാഞ്ചിറയും ക്യാമറമാൻ ആരിഫ് താനൂരിനെയുമാണ് സംഘം തടഞ്ഞു നിർത്തിയത്. SDPI താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുതായി തെരഞ്ഞെടുത്ത ഭാരവാഹികൾക്കായി ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. പുത്തനത്താണി മലബാർ ഹൌസിൽ നടന്ന പ്രോഗ്രാം ദേശീയ പ്രസിഡന്റ് MK ഫൈസി ഉദ്ഘാടനം ചെയ്തു. 3 വർഷക്കാലത്തേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്രാഞ്ച് തലം മുതലുള്ള ഭാരവാഹികൾക്കാണ് SDPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത്. പുത്തനത്താണി മലബാർ ഹൌസിൽ നടന്ന പ്രോഗ്രാം ദേശീയ പ്രസിഡന്റ് MK ഫൈസി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CH അഷ്റഫ്, ഡോക്ടർ ഹബീബ്, K അബ്ദുൽ മജീദ്, ഹബീബ് റഹ്മാൻ ചേലാമ്പ്ര എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ നൽകി. മണ്ഡലം പ്രസിഡന്റ് സദഖത്തുള്ള അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഫിറോസ് നൂർ മൈതാനം ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഒരു ഇടവേള കൂടി. കേരളത്തിൽ ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. 11,699 പേർക്ക് രോഗം ബാധിച്ചു. പരിശോധനകളുടെ എണ്ണവും കുറഞ്ഞു. 80,372 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് നിന്ന് 11,699 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ 1,667, എറണാകുളം 1,529, തിരുവനന്തപുരം 1,133, കോഴിക്കോട് 997, മലപ്പുറം 942, കൊല്ലം 891, കോട്ടയം 870, പാലക്കാട് 792, ആലപ്പുഴ 766, കണ്ണൂർ 755, പത്തനംതിട്ട 488, ഇടുക്കി 439, വയനാട് 286, കാസർഗോഡ് 144 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 80,372 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,78,087 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 58 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 24,661 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 32 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 11,134 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 492 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 41 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 1000-ന് താഴെയെത്തി. 942 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. DPR 13.35% കുറഞ്ഞു. 1947 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 35,64,229 ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു.
മലപ്പുറം ജില്ലയിൽ തിങ്കളാഴ്ച 2 ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെ 942 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 13.35% ടെസ്റ്റ് പോസിറ്റിവിറ്റി രേഖപ്പെടുത്തിയത്. 919 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 18 പേർക്ക് ഉറവിടമറിയാതെയും രോഗം ബാധിച്ചു. അതേസമയം വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 2 പേർക്കും രോഗബാധയുണ്ടായി. 1947 പേരാണ് തിങ്കളാഴ്ച രോഗമുക്തരായത്. ഇതോടെ ജില്ലയിൽ രോഗമുക്തരായവരുടെ എണ്ണം 5,30,004 44,574 പേരാണ് നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 14,873 പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിലുണ്ട്. പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 745 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 188 പേരും 88 പേർ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലുമാണ്. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 61 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. അതേസമയം ജില്ലയിൽ ഇതുവരെ 35,64,229 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു. 26,83,138 പേർക്ക് 1ാം ഡോസും 8,81,091 പേർക്ക് 2ാം ഡോസുമാണ് നൽകിയത്. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ തിരൂർ തൃക്കണ്ടിയൂർ ജഗദീശ്വരി ആർട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വാർഡ് കൌൺസിലർ സീതാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. തിരൂർ തൃക്കണ്ടിയൂർ ജഗദീശ്വരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് വിവിധ പരീക്ഷകൾ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. ചടങ്ങ് നഗരസഭാ കൌൺസിലർ സീതാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർപേഴ്സൺ സുശീലമ്മ, റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് റസാഖ് ഹാജി, കെ ബാസി തിരൂർ, സതീദേവി, വി പ്രദീപ് കുമാർ, ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ അപകട പരമ്പര, 2 ജീവൻ പൊലിഞ്ഞു. മദ്യലഹരിയിൽ യുവാക്കൾ ഓടിച്ച കാറിടിച്ച് മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. പൊന്നാനി NCV ചാനൽ വാർത്താവതാരകൻ വിക്രമനാണ് മരിച്ചത്. എടരിക്കോട് വാഹനാപകടത്തിൽ 1 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. മൂന്നീർ സ്വദേശി റഷീദിന്റെ മകൾ ആയിഷയാണ് മരിച്ചത്. സംസ്ഥാനത്തെ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ഹർത്താൽ സമാധാനപരം. പൊതുഗതാഗതം പാടനിലച്ചു. സ്വകാര്യ വാഹനങ്ങൾ നിലത്തിറങ്ങിയെങ്കിലും തടഞ്ഞില്ല. സംയുക്ത കർഷക മോർച്ചയുടെ ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം. ഹർത്താൽ ഐക്യദാർഢ്യവുമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തിരൂരിൽ പ്രതിഷേധ ശൃംഖല സംഘടിപ്പിച്ചു. CPI ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാനാളൂർ അങ്ങാടിയിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. കേരളത്തിൽ ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. 11,699 പേർക്ക് രോഗബാധ. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 1000-ന് താഴെ. 942 പേർക്ക് രോഗം. 1947 പേർ രോഗമുക്തരായി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.